ഈ TODയെ ഓവർകം ചെയ്യാൻ ഞങ്ങളെ പോലുള്ളവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരാനുണ്ടോ? നമുക്ക് 1-2 സൊല്യൂഷൻസ് ഉണ്ട്. ആ. നമുക്കിതിൽ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ TOD ഇല്ലാത്തവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ TODയിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ബൈ മന്ത്ലി 500 യൂണിറ്റിൽ താഴെയാണ്. ചിലവർക്ക് ഇപ്പോൾ 450 ആയിരിക്കും യൂണിറ്റ് നിൽക്കുന്നത്. 450 നമ്മുടെ ബില്ല് നോക്കിയായിരുന്നു 450. അവർ ഇച്ചിരി റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക, കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വൈകുന്നേരം 6 തൊട്ട് 10 വരെയുള്ള ഹെവി ലോഡുകൾ ഉപയോഗം കുറയ്ക്കുക. അതായത് നമ്മുടെ മോട്ടർ, വാഷിംഗ് മെഷീൻ, ചിലരൊക്കെ വാഷിംഗ് മെഷീനൊക്കെ അയൺ ചെയ്യുക. ഇതൊക്കെ നൈറ്റിലാണ് ചെയ്യുന്നത്. അത് മാക്സിമം നൈറ്റിൽ ചെയ്യാതിരിക്കുക, പകൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അത്ര പറ്റിയില്ല 10 മണിക്ക് ശേഷമോ അല്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ചെയ്യുക. അത് രണ്ടാമത്തെ സൊല്യൂഷൻ. ഇനി മൂന്നാമത്തെ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് സോളാർ ഹൈബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. സോളാർ ഹൈബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം നമുക്കറിയാം ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഒക്കെ ആയിരുന്നു, 2 സിസ്റ്റംസ് ആയിരുന്നു. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് സോളാർ ഹൈബ്രിഡ്. സോളാർ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബാറ്ററി ഉണ്ടാവും, ലിഥിയം ബാറ്ററി ഉണ്ടാവും. നമുക്ക് സേവിങ്സ്, അതായത് നമുക്ക് പകൽ ഉണ്ടാക്കുന്ന സോളാറിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജം നമുക്ക് ബാറ്ററിയെ സ്റ്റോർ ചെയ്യുകയും നമ്മുടെ വീട്ടിൽ ലൈവായിട്ട് ഉപയോഗിക്കുകയും ബാലൻസ് വരുന്നത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൂടാതെ ഈ TODക്കകത്ത് ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അത് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ പകൽ ഓൾറെഡി ഈ ബാറ്ററി നമ്മൾ ഫുള്ളാക്കി വെക്കുകയാണല്ലോ. ഇത് 6 തൊട്ട് 10 മണി വരെ ഈ ബാറ്ററിയിൽ നിന്ന് മാത്രമേ വർക്ക് ചെയ്യാവുള്ളൂ എന്ന് നമുക്ക് അതിനകത്ത് പ്രോഗ്രാം ചെയ്യാം. അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ നമ്മൾ സോളാറിൽ നിന്ന് സംഭരിച്ച എനർജി നമുക്ക് 6 തൊട്ട് 10 വരെ ഉപയോഗിക്കാം. 10 മണിക്ക് ശേഷം നമുക്ക് ASAP, അന്നേരം പിന്നെ നമ്മുടെ ലോഡുകളെല്ലാം ഒഴിവാവില്ല. 1-2 ഫാനോ കാര്യങ്ങളൊക്കെ വീടുകളിലൊക്കെ ഉപയോഗിക്കുകയുള്ളൂ. അല്ലെങ്കിൽ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ AC. അപ്പോൾ അത് 10 മണിക്ക് ശേഷമല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമുക്കിൻ്റെ അത് പ്രോഗ്രാം ചെയ്ത് വെക്കുമ്പോൾ ഈ 6 വരെ 10 വരെ നമ്മൾ ബാറ്ററി സ്റ്റോറേജിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഗണ്യമായ രീതിയിൽ നമുക്ക് കറണ്ട് ബില്ലിനെ ഒഴിവാക്കാൻ പറ്റും. ഒന്ന്, പിന്നെ ഓൾറെഡി നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലൈവ് ഉപയോഗം കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് രാത്രി 10 മുതൽ 6 മണി വരെ ഉപയോഗിക്കുന്നതും നമുക്ക് അവോയ്ഡായി കിട്ടും. അപ്പം നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് നേരെ നമ്മുടെ ഫിക്സഡ് ചാർജിലായിട്ട് കൊണ്ടുവരും. ഫിക്സഡ് ചാർജ് മാത്രമേ നമുക്ക് വരുള്ളൂ. നമ്മുടെ എനർജി ചാർജ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ ഫോർ TOD. നമുക്കിപ്പോൾ ഒരു 9 രൂപ 9,500 വരെയുള്ള കറണ്ട് ബില്ലൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഒരു 5 kW ഹൈബ്രിഡ് സിസ്റ്റം വെച്ചാൽ മതിയാവും. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ലോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ 6,000 രൂപ 6,500 വെച്ച് KSEBിക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്ര നാൾ ഇത് കൊടുക്കണം. നമ്മൾ ആ എമൗണ്ട്, ആ ലോൺ എമൗണ്ടിൽ അടച്ചാൽ മതി. നമുക്കിപ്പോൾ തന്നെ ആ സിസ്റ്റം ഉടൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. നമുക്കതിൻ്റെ യൂസ് ചെയ്യാനും പറ്റും.